ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഭയങ്കരമായിട്ടും സ്വാഗതം. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ ഡൂയിങ് വെൽ. ബിഫോർ വി ബിഗിൻ, ഡോണ്ട് ആസ്ക് മീ മുടിക്ക് എന്ത് പറ്റിയെന്ന്. ഒരു ആവേശത്തിന് ഞാൻ കയറി കേൾ ചെയ്തു, പിന്നെ കുറെ ഹെയർ സ്പ്രേ അടിച്ചു. ഇനിയിപ്പോൾ ഫോർ ലൈക്ക് 3-4 days ഐ എം സ്റ്റക്ക് വിത്ത് ദിസ്. സെക്കൻഡ് തിങ്, ഫ്രീ പാലസ്റ്റൈൻ. അതെന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, this is a channel that discusses horror, and I don't think I have seen anything more horrifying than the genocide that is unfolding in Gaza right now. And us, people who are sitting behind screens, comfortable in our homes, നമുക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി വോയിസ് ചെയ്യാനുള്ള ഫ്രീഡം തൽക്കാലം ഉള്ളത്. People of Gaza cannot do that, and I think we owe humanity that much, that we speak on behalf of them when Israel is just carpet bombing and completely destroying them. So yeah, with that being said, നമുക്ക് ഇന്നത്തെ കഥയെ പറ്റി മിണ്ടാം. Today's story is supposed to be a real life paranormal incident. It happened in നമ്മുടെ സ്വന്തം കേരളം, in the district of കോഴിക്കോട്. കോഴിക്കോടിനെ തന്നെയല്ലേ ഇംഗ്ലീഷിൽ കാലിക്കട്ട് എന്ന് പറയണേ? യെസ്, ഇറ്റ് ഹാപ്പൻഡ് ഇൻ കാലിക്കറ്റ്. ഞാൻ ഈ സ്റ്റോറി ആദ്യം വായിച്ചത് ബാക്ക് ഇൻ 2018 ഓൺ റെഡിറ്റ് ത്രെഡ്. ഇന്ന് രാവിലെ ഞാൻ പോയി രണ്ടാമത് വെരിഫൈ ചെയ്തു. ഇഫ് ഇറ്റ് സ്റ്റിൽ ദെയർ, ഇറ്റ് ഈസ് സ്റ്റിൽ ദെയർ. ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഹാസ് ലൈക്ക് എ ലോട്ട് ഓഫ് അപ്വോർഡ്സ്. അപ്പോൾ എന്തെങ്കിലും പോയി വായിക്കാൻ പറ്റുവാണെങ്കിൽ പൊളിയായിരിക്കും. ഇതെല്ലാം ഇട്ടുകൊണ്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പോലെയാവുന്നു. ഐ ഹാവ് ലൈക്ക് കഥ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നിട്ട് കഥ പറയാം. അപ്പൊ എങ്ങനെയാ, തുടങ്ങല്ലേ? ലെറ്റ്സ് ഗോ. അപ്പൊ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ ഈ കഥയിലെ സംഭവങ്ങൾ നടക്കുന്നത് കാലിക്കറ്റ് ജില്ലയിലാണ്. ഏർലി 90s ഇത് നടക്കുന്നത്. സോ ദർ ഇസ് ദിസ് തറവാട് പോലത്തെ ഒരു വീട്. ഇത് പോസ്റ്റ് ചെയ്ത ആളുടെ നെയ്ബറിന് പറ്റിയ ഇൻസിഡന്റ് ആണ്. അപ്പൊ ഈ പോസ്റ്റ് ചെയ്ത ആള് താമസിച്ചിരുന്നത് ഒരു പഴയ തറവാട് പോലത്തെ ഒരു കൺസ്ട്രക്ഷൻ ഉള്ള ഒരു വീട്ടിലായിരുന്നു. അപ്പൊ അതിന്റെ അടുത്തായിട്ട് തന്നെ ഒരു മതിൽ ഷെയർ ചെയ്യുന്ന വേറൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഇത്തിരിയും കൂടെ ഒരു ചെറിയ വീട്, പഴയ രീതിയിലുള്ള വീട്, വിച്ച് മീൻസ് അതിന്റെ കിച്ചണും ബാത്റൂമും ഒക്കെ പുറത്താണുള്ളത്. മെയിൻ സ്ട്രക്ചർ ഓഫ് ദ ഹൗസ് ഓൺലി ഹാഡ് ലിവിംഗ് റൂം ആൻഡ് ലൈക്ക് കിടക്കാനുള്ള സൗകര്യം, ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ പോസ്റ്റ് ചെയ്ത ആൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അയാളെ നമുക്ക് ഇനി തൊട്ട് പോസ്റ്റർ എന്ന് വിളിക്കാം. ഉള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് വീൽ കോൾ ഹിം പോസ്റ്റർ. അപ്പോൾ ഈ പോസ്റ്റർ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ അടുത്തുള്ള ചെറിയ വീട്ടിലേക്ക് ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരാൾ ടെനന്റ് ആയിട്ട് വരികയാണ്. ആ വന്ന പുള്ളി ഒറ്റത്തടി, കല്യാണം കഴിച്ചിട്ടുള്ള ഫാമിലി ഒന്നുമില്ല, പുള്ളി ഒറ്റയ്ക്കാണ് വന്നത്. വിച്ച് ഓൾസോ മെന്റ് ദാറ്റ് ഈ പറഞ്ഞ കുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇയാൾ ജോലിക്ക് പോയി വന്നതിന് ശേഷമാണ് ചെയ്തുകൊണ്ടിരുന്നത്. He worked, I think, in a government job, so typical 9 to 6 ജോലി. വീട്ടിലെത്തുമ്പോഴേക്കും 6-7 മണിയാവും. പുള്ളി എന്നിട്ട് ഫ്രഷ് ആയി ഇച്ചിരി വെള്ളവും ചായയൊക്കെ കുടിച്ചിട്ട് രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും ഏകദേശം ഒരു 7:30-8 മണിയാവുമായിരുന്നു. ഇതിന്റെ പ്രസക്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയം ആവുമ്പോഴാണ് പുള്ളി അപ്പോൾ വീടിന്റെ പുറത്തിറങ്ങിയിട്ട് ആ അഡ്ജേസന്റ് ആയിട്ടുള്ള, വി കോൾ ഇറ്റ് ദഹനപുര ഓർ വാട്ട് എവർ, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ ഈ പുള്ളി രാത്രി അവിടെ വന്നിട്ട് ഈ സ്വന്തം ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. ആൻഡ് ഇറ്റ് സീം ലൈക്ക് എ നോർമൽ റൂട്ടീൻ ഫോർ ഹിം. എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നു, വൈകുന്നേരം വന്നിട്ട് രാത്രിത്തെ അത്താഴം ഉണ്ടാക്കുന്നു, ബാത്റൂം യൂസ് ചെയ്യണമെങ്കിലും പുറത്ത് തന്നെയാണ്, അതിന് പോകുന്നു. ആൻഡ് ഫൈനലി ഹി യൂസ് ടു ഗോ ആൻഡ് സ്ലീപ്പ്. ബട്ട് ഓഫ് ലേറ്റ് ഹി ഹാഡ് സ്റ്റാർട്ടഡ് നോട്ടിസിങ് സംതിങ്, വിച്ച് ഇസ് ദാറ്റ് അയാൾ രാത്രി ഭക്ഷണം ഉണ്ടാക്കാനും ബാത്റൂമിൽ പോകാനും ഒക്കെ ഇറങ്ങുമ്പോൾ ഇയാളുടെ മതിൽ ഷെയർ ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലുള്ള ഒരു വീട്, ഇതാണ് പോസ്റ്ററുടെ വീട്, ഇവിടെയാണ് ടെനന്റിന്റെ വീട്, ഇവിടെയാണ് ഇയാള് ഇപ്പൊ പറഞ്ഞ സംഭവങ്ങൾ നടക്കാൻ പോകുന്നത്. ഈ ടെനന്റ് എല്ലാ ദിവസവും ഇവിടെ രാത്രി വന്ന് കുക്ക് ചെയ്യാനും ബാത്റൂം യൂസ് ചെയ്യാനും ഒക്കെ ഇറങ്ങുമ്പോൾ ഈ മതിലിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് ഒരു ചേച്ചി എപ്പോഴും പുള്ളിനെ നോക്കിക്കൊണ്ടിരിക്കും. ആൻഡ് ആദ്യമൊക്കെ പുള്ളിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. നെയ്ബേഴ്സ് ആണല്ലോ, പണ്ടത്തെ ആൾക്കാർ, CCTV ബിഹേവിയർ, അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് വാസ് പ്രിറ്റി കോമൺ ആൻഡ് ഹി ഡിഡ്ന്റ് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഹി ഡിഡ്ന്റ് ഈവൻ ലൈക്ക് glance at her too much or try to talk to her or anything. She was just there. എല്ലാ ദിവസവും വൈകുന്നേരം ഇത് സ്ഥിരമായ അവസാനം ഇയാള് പിന്നെ അതൊരു പാർട്ട് ഓഫ് റൂട്ടീൻ പോലെയായി. ബട്ട് ഇവൻച്വലി ഇറ്റ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് സ്ലൈറ്റ്ലി വിയേർഡ്. ലൈക്ക് 7:30-8 മണി സമയമാകുമ്പോൾ എല്ലാവരും വീടിന്റെ വരാന്തയിൽ വന്നിരുന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കുന്നതാണ് ക്വൈറ്റ് കോമൺ. പുള്ളി രാത്രി ബാത്റൂമിൽ പോകാൻ 2 മണി 3 മണിയോ സമയത്തൊക്കെ ബാത്റൂമിൽ പോകാൻ ചെന്നാലും അപ്പോഴും ഈ പുള്ളിക്കാരി അവിടെ നിന്ന് നോക്കുന്നുണ്ട്. 2-3 തവണ he clearly saw her face over the wall, like looking at him, and that kind of unnerved him because it's uncommon behavior. പണ്ടത്തെ കാലത്ത് ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണുങ്ങളെ പുറത്തിറങ്ങൽ കുറവായിരുന്നു. അപ്പോഴാണ് ഒരു ലേഡി ഇങ്ങനെ പുറത്തിറങ്ങി മതിലിന്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്. He found it very strange and it started getting even worse in the sense that അയാളുടെ വീട്ടിന്റെ അകത്ത് നിൽക്കുമ്പോഴും
ആരോ ഇയാളെ നോക്കുന്ന പോലെയൊക്കെ പുള്ളിക്ക് തോന്നാൻ തുടങ്ങി. ആൻഡ് ദാറ്റ്സ് വെൻ ഹി റിയലൈസ് ദാറ്റ് നോ ദർ സംതിങ് എൽസ് ഗോയിങ് ഓൺ ഹിയർ. അങ്ങനെ ഇയാള് പോസ്റ്ററിന്റെ പേരൻസിന്റെ അടുത്ത് ഒരു ദിവസം ഇങ്ങനെ കാഷ്വലി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ, ഞാൻ എപ്പോൾ വെളിയിൽ ഇറങ്ങിയാലും അവരെന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ദിസ് ഇസ് ജസ്റ്റ് റിയലി സ്ട്രേഞ്ച്. ഈ പോസ്റ്ററിന്റെ ഫാദർ പറയും, അങ്ങനെ വരാൻ ഒരു വഴിയില്ല, കാരണം ആ അപ്പുറത്തെ ഉള്ള പ്ലോട്ടിലുള്ള വീട്ടുകാർ ഒഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായി, അവിടെ ഇപ്പം ആരും താമസിക്കലൊന്നുമില്ല, അപ്പം നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. And that's when it hit him. No, he has been seeing someone there for months. അയാൾ എപ്പോൾ വെളിയിൽ ഇറങ്ങിയാലും ഈ ലേഡീനെ കാണും. And several times he's seen her face like over the wall looking at him. And he was like, no, that's impossible. ഞാൻ ഈ സ്ത്രീനെ കണ്ടിട്ടുണ്ട്, ഈ സ്ത്രീ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കണം, അവരുടെ തലയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. So how can it be an illusion if I've seen it multiple times? And that's when Poster's mother comes in and says, മോനെ, അത് സത്യമായിട്ട് മോനെ തോന്നിയതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ആ വീട്ടിലൊരു ഫാമിലി താമസിച്ചിരുന്നു, വിത്ത് എ ഹസ്ബൻഡ്, എ വൈഫ് ആൻഡ് എ സൺ, എൻ അഡൾട്ട് സൺ. 10-20 വയസ്സായിട്ടുള്ള ഒരു മകനുണ്ടായിരുന്നു. ഈ മകൻ ഒരു ദിവസം കാണാതാവുന്നു. എല്ലാവരും നാട്ടിലെല്ലാവരും ഇറങ്ങി അന്വേഷിക്കാനൊക്കെ തുടങ്ങുന്നു. ഇവൻച്വലി ഹി വാസ് ഫൗണ്ട് ഡെഡ് ഇൻ എ നിയർ ബൈ പോണ്ട്. ആൻഡ് അപ്പോൺ ഹിയറിംഗ് ദിസ് ന്യൂസ്, the mother, whose name was Shivaranjani, she kills herself by laying down on some railway tracks that were close to her house. And ee news kettappo thanne this man was like completely shocked. And ആ പോസ്റ്ററിന്റെ പേരൻസ് ഇവൻച്വലി പറയുകയും ചെയ്യും, ആ പ്ലോട്ട് വർഷങ്ങളായിട്ട് അബാൻഡൻഡ് ആണ്, അങ്ങോട്ട് ആരും പോകാറില്ല, ആരും വാങ്ങാനോ വിൽക്കാനോ ഒന്നിനും വരാറില്ല, ആ സ്ഥലത്തിന് എന്തോ ഒരു പന്തികേടുണ്ട്. സോ പീപ്പിൾ ജനറലി ടെൻഡ് ടു അവോയ്ഡ് ഇറ്റ്. ആൻഡ് ദർ ഇസ് നോ വേ ദാറ്റ് ദർ വാസ് എ ലേഡി ലിവിംഗ് ദർ ആൻഡ് സ്റ്റെയറിംഗ് അറ്റ് യു അറ്റ് നൈറ്റ്. ഈ ന്യൂസ് ഇയാൾ കേട്ടു, ഇയാൾ തിരിച്ച് വീട്ടിൽ പോകുന്നു. അന്ന് പിന്നെ ആൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. രാത്രി ബാത്റൂമിൽ പോകാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും, ഹി നെവർ സ്റ്റെപ്സ് ഔട്ട് ഓർ ഗോസ് എനിവെയർ നിയർ ദാറ്റ് വാൾ അഗൈൻ. A day later, he develops this fever straight from hell. പനിച്ച് വിറച്ചാകെ കുളമാവുന്നു. ഈ പോസ്റ്ററിന്റെ പേരൻസ് ലാൻഡ് ലോർഡ് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ ആളെ കുറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്തിരുന്നു. ബട്ട് ഇവൻച്വലി പനി ശരിയാവുന്നു. ആൻഡ് ഹി റിക്കവേഴ്സ് ആൻഡ് ഹി കംസ് ബാക്ക് ഹോം. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഹി ഡസ് ഇസ് he decides to go and investigate this property. He needs answers. കാരണം ആൾക്കാർ പറയുന്നു അവിടെ ആൾ താമസിക്കുന്നില്ല, but he knows what he saw. അയാൾക്ക് കൺവിക്ഷൻ ഉണ്ട്, അയാൾ ഒരു ലേഡി ആൾ നോക്കിയത് കണ്ടുവന്നു. So he decides to go and investigate. So ഈ മതിൽ ഇവിടെ നിന്നല്ലേ ഇയാൾ കാണുന്നത്. He goes to the other side and enters the property through that property's main gate. And ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അയാൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇയാളുടെ വശത്തു നിന്ന് നോക്കുമ്പോൾ മതിലിന് ഏതാണ്ട് ഒരു 4-5 അടി പൊക്കമുള്ളൂ, വിച്ച് മീൻസ് ആർക്ക് വേണേലും നിന്ന് ഈസി ആയിട്ട് എത്തി നോക്കാം. അപ്പുറത്തെ വശത്ത് നിന്ന് ഇത്തിരിയും കൂടെ താന്നിട്ടാണ്, വിച്ച് മീൻസ് ദാറ്റ് മതിൽ ഫ്രം ദി അതർ സൈഡ് ഇസ് ഓൾമോസ്റ്റ് 8 feet tall. There is no way that someone can just stand and ethinokal over to his side. And then he goes back to the poster's parents and says, this just does not make any sense. And that's when the poster's mother says something else that she had not disclosed up until now. Ee Shivaranjani ennu parnja lady, the mother of the man who went missing and eventually was found dead, ഇവര് റെയിലിൽ ആത്മഹത്യ ചെയ്യാൻ കിടന്നപ്പോഴേക്കും her injury was such that her head had completely separated from her body. She was decapitated. തല മാറി കിടന്നു ബോഡിയിൽ നിന്ന്. Which leads us to conclude something really creepy, which is that over the other side of the wall, there was just her head hovering over and looking at him. And why was she looking at him? There was a lore locally that ഈ ലേഡി ഇവരുടെ മകന്റെ പ്രായമുള്ള ആരെ രാത്രി കണ്ടാലും കണ്ണെടുക്കാതെ നോക്കിയിരിക്കും, in hopes that they don't go missing again like her son did. So yeah, that's it for today's story. It is creepy in many ways because for one, I don't think it actually happened. He could have been hallucinating. ഇയാള് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ഇയാളുടെ മൈൻഡിൽ ആരെങ്കിലും ഈ സ്റ്റോറി പറഞ്ഞ്, it should have been in the back of his mind, and that's how it manifested. Second thing, even if it was a ghost, I actually feel sorry for the ghost. It meant no harm. The lady was just watching him because she knows how it felt to take her eyes off of a child for a little bit, and then the son went missing and never came back home.
ഇതിന് ശരിക്കും പ്രേതം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാനില്ല എന്നേ പറയുള്ളൂ. കാരണം എനിക്ക് പ്രേതത്തിലും കാര്യങ്ങളിലും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ല എന്നുള്ള വിശ്വാസം pretty much strong ആയിട്ടുണ്ട്. But anyway, yeah, that's it for today's short story. I hope you guys enjoyed it. As always, don't forget to like, share, and subscribe. This is Ambili.